നമ്മുടെ ടിക്കുനെയും കൊണ്ട് ചെറിയൊരു യാത്ര പോയതാണ് കേട്ടോ. വേറെ എങ്ങുമല്ല, ചിറ്റാർ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് എന്നും പറഞ്ഞിട്ടൊരു സൈറ്റ് കണ്ടു ഇതിൽ ഗൂഗിൾ മാപ്പിൽ. അങ്ങനെ പോയതാണ്. അപ്പം ജസ്റ്റ് ഡാമിൻ്റെ സൈഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുന്നത് സേഫ് അല്ല. അത് ഞങ്ങൾക്ക് കണ്ടപ്പോഴേ തോന്നി. ജസ്റ്റ് അവിടെ നിന്ന് വ്യൂ കാണാമെന്നേ ഉള്ളൂ. വണ്ടിയിലിരുന്ന് ആ ഒരു വ്യൂ കാണാം. നല്ലൊരു മഴയൊക്കെ ഉള്ള ദിവസമാണ് പോയത്. നല്ല സെറ്റ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വലിയ വെയിലൊന്നുമില്ല, നല്ല ശല്യമൊന്നും ഇല്ലാതെ ആ ഒരു സമാധാനമായിട്ട് അവിടെ പോയി ഇരിക്കാൻ പറ്റി. നമ്മുടെ ടിക്കു ഒന്ന് ജസ്റ്റ് വെള്ളത്തിലേക്ക് കാലൊക്കെ ഒന്ന് നനച്ച് ചെറിയൊരു നീന്തലൊക്കെ നീന്തി. പക്ഷേ നമ്മൾ ഇറങ്ങിയിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അവിടെ ഒത്തിരി പേര് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ആഴം കൂടി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നീന്താൻ നിൽക്കരുത്. ജസ്റ്റ് അവിടെ ചെന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരാനായിട്ട് പറ്റിയൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ അടുത്ത് വേറെ ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ തന്നെ കുറച്ച് കരുതിയേക്കണം. പക്ഷേ അവിടെ എന്താ വേസ്റ്റൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട്. നമ്മളായിട്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലവും കൂടെ ഉണ്ട് കേട്ടോ. അവിടെയും കൂടെ പോകാൻ പറ്റും. അപ്പോൾ അതാണ് നെട്ട വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളത്. അവിടെ കുറച്ച് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ നിന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ട്. അവിടെ കുറച്ചുകൂടെ കുളിക്കാൻ സേഫാണ്. പക്ഷേ ഒരു പ്രൈവസി പോയിൻ്റ് നോക്കുകയാണെങ്കിൽ വലുതായിട്ടില്ല. കുറച്ച് ഭയങ്കര സംഭവം എന്ന് പറയാനൊക്കില്ല. ജസ്റ്റ് അവിടെ വരെ പോകുമ്പം ഇവിടെ കൂടെ പോയി കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോയിൻ്റേ ഉള്ളൂ. നമ്മുടെ ടിക്കു ഹാപ്പിയാണ് കേട്ടോ. ഇവിടെയൊക്കെ പോയി എല്ലായിടത്തും ഒക്കെ കണ്ട് വെള്ളമൊക്കെ കണ്ട സന്തോഷത്തിൽ AC ഒക്കെ ഇട്ട് വണ്ടിക്കകത്ത് സന്തോഷമായിട്ടിരിക്കുകയാണ് കൊച്ചു കള്ളൻ. അവന് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ വണ്ടി ഇറങ്ങിയാലും ചെക്കനും കൂടെ ചാടി കയറി വരും. അപ്പോൾ അവനെയും പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പുള്ളി ഇങ്ങനെ ഓടി നടക്കും. അതുകൊണ്ടാണ് അവൻ്റെ വീഡിയോയിൽ കാണാത്തത്. അദ്ദേഹം വന്നു ഇവിടെയൊക്കെ ഇറങ്ങിയൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ അവനെ വെച്ച് വീഡിയോ എടുക്കുന്ന നടക്കണ കാര്യമല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.